ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് തൊട്ടു മുമ്പ് ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ വർഗീയ കലാപങ്ങൾ, ആ വർഗീയ കലാപങ്ങളിലേക്ക് നയിച്ച സ്വാർത്ഥഭരിതമായ ഗൂഢാലോചനകൾ, ഹിംസയുടെ അരങ്ങേറ്റം, ഇങ്ങനെ പല വിധത്തിൽ കലുഷമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വീണ് കിട്ടിയത്. അതൊരു സ്വാതന്ത്ര്യലബ്ധിയുടെ സൂര്യോദയം ആയിരുന്നില്ല വാസ്തവത്തിൽ. മറിച്ച് വർഗീയ കലാപങ്ങളുടെ ചോരയുടെ മഴയിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പിറന്നു വീഴുന്നത്. ആ സമയത്ത് എന്തായിരുന്നു ഇന്ത്യ എന്ന് വേണ്ടത്ര ലോകം മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗാന്ധിയെക്കുറിച്ചുള്ള വിവരങ്ങൾ മുഴുവൻ ഏതാണ്ട് അവസാനിക്കുന്നത് സ്വാതന്ത്ര്യലബ്ധി വരെയാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗാന്ധി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? സ്വാതന്ത്ര്യലബ്ധിയുടെ ദിവസങ്ങളിൽ ഗാന്ധി എവിടെയായിരുന്നു? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ദൗത്യം? അദ്ദേഹത്തിന് പരമപ്രധാനമായിരുന്നത് മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യമാണ്. മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ വലിയ ജീവിതം സമർപ്പിക്കപ്പെട്ടത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിയിലേക്ക് നയിക്കുന്ന ആ ദിവസങ്ങളിൽ ഉണ്ടായത് ആയിരക്കണക്കിന് ആൾക്കാരുടെ കൂട്ടമരണങ്ങളാണ്. ആ മരണങ്ങൾ, കലാപങ്ങൾ, ഏറ്റുമുട്ടലുകൾ, യുദ്ധങ്ങൾ, മതങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഒക്കെ നടന്ന സ്ഥലങ്ങളിലൂടെ ഗാന്ധി സഞ്ചരിക്കുകയാണ്. ഗാന്ധി വലിയൊരു പുരുഷാരം അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നു. തുടക്കത്തിൽ അദ്ദേഹത്തെ കുറിച്ച് സംശയിക്കുന്നുണ്ട്. പിന്നെ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയാണോ വരുന്നത്? ഹിന്ദുക്കളെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയാണോ വരുന്നത്? ഗാന്ധിയെ ശത്രുക്കളായിട്ടാണ് രണ്ട് വർഗീയവാദികളും കണ്ടത്. പക്ഷെ ഗാന്ധി നിർഭയനായി അവരിലേക്ക്, ജനങ്ങളിലേക്ക് ചെന്നു. കലാപം നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം ചെന്നു. ജനങ്ങളെ വിളിച്ചുകൂട്ടി, ശാന്തിയാത്രകൾ നടത്തി, പ്രാർത്ഥനാ യാത്രകൾ നടത്തി. മനുഷ്യർ വേദനിച്ച ഓരോ ഇടത്തിലൂടെയും അദ്ദേഹം സഞ്ചരിച്ചു. കലാപങ്ങൾ ഉണ്ടായ, ചോരപ്പുഴകൾ ഒഴുകിയ മണ്ണിലൂടെ മുഴുവൻ ഗാന്ധി സഞ്ചരിച്ചു. ആ സഞ്ചാരങ്ങളാണ് ഓരോ ഇന്ത്യക്കാരനും ഇന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്. എന്നല്ല, ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഈ കലാപത്തിന്റെ ദിവസങ്ങളിൽ ഗാന്ധി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കണം. ഗാന്ധി എന്തായിരുന്നു എന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ വാസ്തവത്തിൽ ഈ യാത്രകൾ നമ്മൾ തിരിച്ചറിയണം. സ്വന്തം ജീവന് തന്നെ പല ഘട്ടത്തിലും ഭീഷണി ഉണ്ടായിട്ടും സ്വന്തം ജീവനേക്കാൾ ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് അദ്ദേഹം പരിഗണിച്ചത്. അങ്ങനെ പരസ്പരം കൊന്നൊടുക്കാൻ നിന്ന മനുഷ്യരുടെ കയ്യിൽ നിന്ന് ആയുധം താഴെ വയ്ക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നത്. ആയുധധാരികൾ പശ്ചാത്താപ വിവശരായി ആയുധങ്ങൾ കൊണ്ടുപോയി ഗാന്ധിയുടെ നിരാഹാര സമയത്ത് ഗാന്ധിക്ക് സമർപ്പിക്കുകയാണ്. അതിന് ഗാന്ധിയോട്, ഞങ്ങൾ ഇനിമേൽ വർഗീയ ആയുധം എടുക്കില്ല, ഇനി എന്നെങ്കിലും ഈ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടായാൽ ഞങ്ങൾ മുന്നിട്ടിറങ്ങി ആ തീയണയ്ക്കും, അങ്ങ് നിരാഹാരം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെടുകയാണ് ചെയ്തത്. സ്വന്തം ജീവിതത്തെ ബലിയർപ്പിച്ചുകൊണ്ടാണ് സമാധാനം ഉണ്ടാക്കാൻ ഗാന്ധി ശ്രമിച്ചത്. അത് ഗാന്ധിയുടെ മാത്രം യാത്രയല്ല, അസ്തമിച്ചു എന്ന് കരുതിയ മാനവ സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ യാത്രയാണ്. ഇന്ത്യ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ടതാണ് എങ്ങനെയാണ് ഇന്ത്യയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നത്. വർത്തമാനകാലത്ത് ഗാന്ധിയെ മായ്ക്കുന്നൊരു കാലത്ത് ഗാന്ധിയുടെ കോലമുണ്ടാക്കി വെച്ച് ആ കോലത്തിലേക്ക് വെടിവെച്ച് അതിൽ കൃത്രിമമായി ചോര സൃഷ്ടിച്ചുകൊണ്ട് ആ ചോര വാർന്നു വീഴുന്നത് കണ്ട് കൈകൊട്ടി പൊട്ടിച്ചിരിക്കുന്നവർ രാഷ്ട്രത്തിൻ്റെ അധികാര സ്ഥാനങ്ങളിൽ എത്തുന്നത് കണ്ട് ഗാന്ധിയുടെ നേർ മുമ്പിൽ ഗാന്ധി വധക്കേസിൽ പ്രതിയായിരുന്നയാളുടെ ചിത്രം നിൽക്കുന്നൊരവസ്ഥയിൽ ഗാന്ധി ഘാതകരുടെ പ്രതിമകളും ദേവാലയങ്ങളും ഉണ്ടാവുന്നൊരു കാലത്ത് ഈ പ്രദർശനം വളരെ വിലപ്പെട്ടതാണ്. ഈ പ്രദർശനം വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്, വലിയൊരു താക്കീതുമാണ്. ഈ ഒരു മഹത്തായ ചിത്ര പ്രദർശനം കാണാൻ തൃശ്ശൂരിൽ നിന്ന് വന്ന് സമയം ചെലവഴിച്ചത് ജീവിതത്തിൽ സമയം ചെലവാവല്ല, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഞാനൊരു ചരിത്ര മുഹൂർത്തത്തെ നേർക്കുനേർ കാണുന്ന എൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ നിമിഷമാണ്. നന്ദി. കേരള ലളിതകലാ അക്കാദമിക്ക്
നന്ദി മുരളി ചേരുവത്ത്, നന്ദി പ്രിയപ്പെട്ട കവി പി എൻ ഗോപികൃഷ്ണൻ. ഗോപികൃഷ്ണൻ്റെ അത്യുജ്വലമായ കവിതകളെല്ലാം ഇവിടെ ഉണ്ട്. കവിതകൾ ഗാന്ധിയെക്കുറിച്ചുള്ള കവിതകൾ വരുന്നു. ആ ഗാന്ധിയുടെ ജീവിതത്തെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്ന കവിതകളാണ്. നന്ദി സുധീഷിന് ഈ അനശ്വരമായ ചിത്രങ്ങൾക്ക്.